ഹലോ ഫ്രണ്ട്സ്, PSC കോഴ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തന്നെയാണ് ചെയ്യുന്നത്. PYQ പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ആൻറ്റോണിം ഓഫ് ഫെസിലിറ്റേറ്റ്. ഫെസിലിറ്റേറ്റ് എന്ന വാക്കിൻ്റെ ആൻറ്റോണിം, ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: അപ്പീസ്, എക്സ്പെഡൈറ്റ്, എക്സ്റ്റോൾ, ഇംപീഡ്. ആൻറ്റോണിം ഓഫ് ഫെസിലിറ്റേറ്റ്. ഇപ്പോൾ ഫെസിലിറ്റേറ്റിൻ്റെ മീനിങ് എന്താണ്? എളുപ്പമാക്കുക, അതുപോലെ തന്നെ സുഗമമാക്കുക, സുഖകരമാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഏതാണ്? ഇംപീഡ് ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇംപീഡ്. ഇംപീഡിൻ്റെ അർത്ഥം മുടക്കുക, തടസ്സം വരുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫെസിലിറ്റേറ്റിൻ്റെ മീനിങ് എളുപ്പമാക്കുക അല്ലെങ്കിൽ സുഗമമാക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഇംപീഡ്, മുടക്കുക അല്ലെങ്കിൽ തടസ്സം വരുത്തുക. ഇനി ഓപ്ഷൻ എ നോക്കിയേ. അപ്പീസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പീസ്. അപ്പീസിൻ്റെ മീനിങ് സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ സമാധാനപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. സമാധാനപ്പെടുത്തുക അല്ലെങ്കിൽ മനസ്സ് തണുപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അപ്പീസ്. ഇനി എക്സ്റ്റോൾ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശംസിക്കുക കേട്ടോ. പ്രശംസിക്കുക എന്നൊരു മീനിങ് ആണ് എക്സ്റ്റോൾ. ഇനി എക്സ്പെഡൈറ്റോ? എക്സ്പെഡൈറ്റിൻ്റെ മീനിങ് ത്വരിതപ്പെടുത്തുക അല്ലെങ്കിൽ ശീഘ്രമാക്കുക. ത്വരിതപ്പെടുത്തുക എന്നൊരു മീനിങ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഫെസിലിറ്റേറ്റിൻ്റെ മീനിങ് എളുപ്പമാക്കുക, സുഖകരമാക്കുക, സുഗമമാക്കുക എന്നൊക്കെ ഒരു മീനിങ്. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഇംപീഡ്, മുടക്കുക അല്ലെങ്കിൽ തടസ്സം വരുത്തുക. ഇനി അപ്പീസിൻ്റെ മീനിങ് സമാധാനപ്പെടുത്തുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. എക്സ്പെഡൈറ്റിൻ്റെ മീനിങ് ത്വരിതപ്പെടുത്തുക. അതുപോലെ തന്നെ എക്സ്റ്റോളിൻ്റെ മീനിങ് പ്രശംസിക്കുക. ഓക്കെ, അപ്പോൾ 5 വാക്കുകളും ഒന്ന് അർത്ഥം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യം, ദ ഫ്രേസൽ വെർബ് ഗെറ്റ് ഓവർ മീൻസ്. ഗെറ്റ് ഓവർ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇപ്പോൾ ഗെറ്റ് ഓവറിൻ്റെ അർത്ഥം സുഖം പ്രാപിക്കുക അല്ലെങ്കിൽ തരണം ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓവർകം ആണോ, റീച്ച് ആണോ, മേക്ക് പ്രോഗ്രസ് ആണോ, എസ്കേപ്പ് ആണോ? ഓവർകം ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓവർകം. ഗെറ്റ് ഓവർ എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ഓവർകം ആണ്. തരണം ചെയ്യുക അല്ലെങ്കിൽ മുക്തനാകുക, സുഖം പ്രാപിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഗെറ്റ് ഓവർ എന്നുള്ളത്. ഇതെല്ലാം PYQ ചോദ്യങ്ങളാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുന്ന ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഇന്ന് നോക്കുന്നതെന്നല്ല, നമ്മൾ വീഡിയോ ചെയ്യുന്നത്, ഇംഗ്ലീഷിൻ്റെ വീഡിയോ ചെയ്യുന്നതെല്ലാം PYQ ചോദ്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ബൂർഷോ എന്ന വേർഡിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബൂർഷോ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ്? ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ബൂർഷോ. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമെങ്കിലും വായിക്കുമ്പോൾ ബൂർഷോ എന്നാണ് വായിക്കുന്നത്. ബൂർഷോ, BOURGEOIS. ആദ്യം ബി എഴുതുക, പിന്നെ അവർ എഴുതുക, പിന്നെ GO എഴുതുക, പിന്നെ ഈസ് എഴുതുക കേട്ടോ. അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. BOURGEOIS കേട്ടോ. ബൂർഷോ ഇത് ചേർത്ത് വായിക്കുമ്പോൾ ബൂർഷോ, എഴുതുമ്പോൾ ഇങ്ങനെ എഴുതെങ്കിലും ബൂർഷോ വായിക്കുമ്പോൾ ബൂർഷോ എന്നാണ് വായിക്കുന്നത്. ഇനി ബൂർഷോ സി എന്നാണെങ്കിൽ ഒരു IE കൂടെ അവസാനം ഇട്ട് കൊടുക്കുക കേട്ടോ. ബൂർഷോ സി എന്നാണെങ്കിൽ ഒരു IE കൂടെ ഇട്ട് കൊടുക്കുക, IE. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ. ഈ അടുത്തും ഒരു എക്സാമിന് ചോദിച്ച വാക്കാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത ചോദ്യം, ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് മീൻസ്. ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ഓപ്ഷൻ എ വെരി ക്വിക്ക്ലി, ഓപ്ഷൻ ബി വെരി സ്ലോലി, ഓപ്ഷൻ സി വെരി ഗ്രാജുവലി, ഓപ്ഷൻ ഡി വെരി സിസ്റ്റമാറ്റിക്കലി. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ വെരി ക്വിക്ക്ലി ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, വെരി ക്വിക്ക്ലി. ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്നതിൻ്റെ അർത്ഥം വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന്. ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ്, വെരി ക്വിക്ക്ലി. അടുത്ത ചോദ്യം, ദ ഫ്രേസ് കാൾഡ് ഓൺ മീൻസ്. PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. കാൾഡ് ഓൺ, ഫ്രേസ് കാൾഡ് ഓൺ മീൻസ് എന്താണ്? ഓപ്ഷൻ എ ഇൻവൈറ്റഡ്, ഓപ്ഷൻ ബി വിസിറ്റഡ്, ഓപ്ഷൻ സി ടെലിഫോൺഡ്, ഓപ്ഷൻ ഡി ഗ്രീറ്റഡ്. സിമ്പിൾ ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിസിറ്റഡ് ആണ് കേട്ടോ. കാൾഡ് ഓൺ, വിസിറ്റഡ്. ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വിസിറ്റഡ് എ പേഴ്സൺ ആണ് കേട്ടോ. കാൾഡ് ഓണിൻ്റെ അർത്ഥം വിസിറ്റഡ് എ പേഴ്സൺ. ഇനി കാൾഡ് അറ്റ് ആണെങ്കിലോ, വിസിറ്റഡ് എ പ്ലേസ്. ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ അതിനെ കാൾഡ് അറ്റ് എന്നും, അതുപോലെ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതെങ്കിൽ അവിടെ കാൾഡ് ഓണുമാണ് വരുന്നത്. കാൾഡ് ഓൺ, വിസിറ്റഡ് എ പേഴ്സൺ. കാൾഡ് അറ്റ്, വിസിറ്റഡ് എ പ്ലേസ്. അടുത്ത ചോദ്യം, ഇപ്സോ ഫാക്ടോ മീൻസ്. ഇപ്സോ ഫാക്ടോ. ഇപ്സോ ഫാക്ടോ എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ ആൾ ദ ഫാക്ട്സ്, ഓപ്ഷൻ ബി ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്, ഓപ്ഷൻ സി ഫാക്ച്വലി കറക്റ്റ്, ഓപ്ഷൻ ഡി ഫാക്ച്വലി ഇൻകറക്റ്റ്. ഇപ്സോ ഫാക്റ്റിൻ്റെ അർത്ഥം തന്നിമിത്തം കേട്ടോ. തന്നിമിത്തം അല്ലെങ്കിൽ സ്വയമേവ എന്നൊരു മീനിങ് ആണ്. അപ്പോൾ ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ് കേട്ടോ. ഇപ്സോ ഫാക്ടോ എന്നതിൻ്റെ മീനിങ് ബൈ ദ ഫാക്ട് ഇറ്റ് സെൽഫ്, അതായത് തന്നിമിത്തം, സ്വയമേവ എന്നൊരു മീനിങ് ആണ്. അടുത്ത ചോദ്യം, നോബഡി ആൻസേർഡ് ഇറ്റ് ഡാഷ്. നോബഡി ആൻസേർഡ് ഇറ്റ് ഡാഷ് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി അല്ലേ? എന്തുകൊണ്ട്? നോബഡി എന്നൊരു വാക്കുണ്ടല്ലേ. ഈ നോബഡി, നത്തിങ്, അതുപോലെ തന്നെ നോൺ, നൈദർ, നെവർ, റെയർലി, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, ഫ്യൂ, ലിറ്റിൽ, അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. അതൊക്കെ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇവിടെ നോക്കിയേ, നോബഡി ആൻസേർഡ് ഇറ്റ്. ഇപ്പോൾ നോബഡി വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? പോസിറ്റീവ് വരും അല്ലേ? പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എയും ഡിയും മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി നോക്കിയേ, ഡിഡിൻറ്റ് ഹി ആണ്. നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് ആവശ്യം. ഇവിടെ നെഗറ്റീവാണ്, അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഓപ്ഷൻ സി നോക്കിയേ, ഡിഡിൻറ്റ് ദേ, അതും നെഗറ്റീവാണ്. നമുക്ക് ആവശ്യം പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ്, അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കിയേ, ഓപ്ഷൻ എ ഡിഡ് ഹി, ഓപ്ഷൻ ഡി ഡിഡ് ദേ. അപ്പോൾ നമുക്കറിയാം നോബഡി വന്നു കഴിഞ്ഞാൽ പ്രോനൗൺ എന്ത് വരണം? ദേ ആണ് വരേണ്ടത്. അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡിഡ് ദേ ആണ് ആൻസർ കേട്ടോ. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നോക്കുക സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഉള്ളത് ഓപ്ഷൻ എയും ഡിയും മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുക, അവിടെ ഡിഡ് ഹീയും ഡിഡ് ദേയും ആണ് ഉള്ളത്. ഇപ്പോൾ നോബഡി വന്നതുകൊണ്ട് തന്നെ പ്രോനൗൺ എന്ത് വരണം? ദേ വരണം. അപ്പോൾ ഡിഡ് ദേ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്തണം കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് മാത്രമല്ല, ആക്റ്റീവ് പാസീവ് ആയാലും റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ ആയാലും നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം, കൺവേർട്ട് ഇൻറ്റു പാസീവ് വോയിസ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസിനെ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യണം.
ദേ ആർ റീബിൽഡിങ് ദ സ്കൂൾ. ഇതാണ് സെൻറ്റൻസ്. ദേ ആർ റീബിൽഡിങ് ദ സ്കൂൾ. ഇതിനെ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഏതായിരിക്കും ആൻസർ? അപ്പം നമുക്കറിയാം ആക്റ്റീവ് വോയിസിലെ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറ്റാൻ പാടില്ല. ആക്റ്റീവ് വോയിസിൽ ഏത് ടെൻസിലാണോ തന്നിട്ടുള്ളത് ആ ടെൻസിൽ വേണം പാസീവ് വോയിസിലും എഴുതേണ്ടത്. ഇവിടെ നോക്കിയേ, ദേ ആർ റീബിൽഡിങ് ദ സ്കൂൾ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ആർ ബിൽഡിങ് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെ ആയിരിക്കണം സെൻറ്റൻസ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആദ്യം അത് നോക്കിയേ, ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്തൂടെ? കാരണം എന്താണ്? വാസാണ്, പാസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കിയേ, ഓപ്ഷൻ ഡി വാസാണ് വന്നിരിക്കുന്നത്, പാസ്റ്റാണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ആവശ്യം എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ടെൻസ്. ആക്റ്റീവ് വോയിസ് തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെ ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സിയും ഡിയും ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കിയേ, ഓപ്ഷൻ എ ദ സ്കൂൾ ഈസ് റീബിൽറ്റ്. ഓപ്ഷൻ ബി ദ സ്കൂൾ ഈസ് ബീയിങ് റീബിൽറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ദ സ്കൂൾ ഈസ് ബീയിങ് റീബിൽറ്റ്. എന്തുകൊണ്ടാണ് ബീയിങ് വന്നത്? റീബിൽഡിങ് എന്നുണ്ടല്ലേ. ആക്റ്റീവ് വോയിസിൽ വെർബ് ING ഫോമിലാണെങ്കിലാണ് പാസീവ് വോയിസിൽ നമ്മൾ ബീയിങ് എന്ന വേർഡ് ചേർക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ സ്കൂൾ ഈസ് ബീയിങ് റീബിൽറ്റ്. കേട്ടോ, അതാണ് ആൻസർ. ആദ്യം തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും ക്യാൻസൽ ചെയ്യാം. കാരണം അവിടെ വാസാണ് വന്നിരിക്കുന്നത്, പാസ്റ്റാണ്. നമുക്ക് ആവശ്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഓപ്ഷൻ എയും ബിയും. എ വരത്തില്ല, കാരണം എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല അത്. പിന്നെ ഓപ്ഷൻ ബി ദ സ്കൂൾ ഈസ് ബീയിങ് റീബിൽറ്റ്, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. വീട്ടിൻ്റെ താഴെ ചോദിച്ചാൽ മതി, നിങ്ങൾ റിപ്ലൈ തരാം. അടുത്ത ചോദ്യം, ഏലിയൻ മീൻസ്. ഏലിയൻ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ എ ഫോറിനർ, ഓപ്ഷൻ ബി ഇൻ്റലിജൻറ്റ്, ഓപ്ഷൻ സി ഇൻസൈഡർ, ഓപ്ഷൻ ഡി നോബിൾ. എന്താണ് ആൻസർ? ഇപ്പോൾ ഫോറിനർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫോറിനർ, വിദേശി എന്നൊരു മീനിങ് ആണ്. ഏലിയൻ മീൻസ് ഫോറിനർ. അടുത്ത ചോദ്യം, പോഡിയാട്രിസ്റ്റ് ഈസ് എ ഡോക്ടർ ഹൂ ട്രീറ്റ്സ്. ഓപ്ഷൻ എ ചിൽഡ്രൻ, ഓപ്ഷൻ ബി ഫീറ്റ്, ഓപ്ഷൻ സി ഹെഡ്, ഓപ്ഷൻ ഡി ചെസ്റ്റ്. പോഡിയാട്രിസ്റ്റ് ഈസ് എ ഡോക്ടർ ഹൂ ട്രീറ്റ്സ്. ഏതാണ് ആൻസർ? ഫീറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫീറ്റ്. അതായത് പോഡിയാട്രിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാദചികിത്സകനാണ്. പാദചികിത്സകൻ കേട്ടോ. പോഡിയാട്രിസ്റ്റ് മീൻസ് പാദചികിത്സകൻ. ഓൺ ഹൂ ട്രീറ്റ്സ് ഫീറ്റ് ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കാണാത്തവരെ കൊണ്ടേ കണ്ടുപോകുക. തീർച്ചയായിട്ടും വരുന്ന എക്സാമിന് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കൂടുതലും നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എക്സ്പ്ലനേഷനോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടുപോകുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.